أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله وأشهد أن محمدا رسول الله. اللهم صل وسلم. വുജൂബുൽ ഹജ്ജി വൽ ഉംറത്തി, ഹജ്ജും ഉംറയും നിർബന്ധമാകുന്നത്. ഹജ്ജും ഉംറയും നിർബന്ധമാകുന്നതുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. അന്നുസുക്കു, ആരാധന. വഹുവ, നുസുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ അൽ ഹജ്ജുൽ വൽ ഉംറത്തു, ഹജ്ജും ഉംറയുമാണ്. നുസുക്ക് എന്നാൽ ആരാധന എന്നാണ് ശരിക്കർത്ഥം. ഇവിടെ നമ്മൾ ഹജ്ജ് ഉംറയുമായി ബന്ധപ്പെടുന്ന അധ്യായത്തിൽ നമ്മൾ ആരാധന, ഇബാദത്ത് എന്ന് പറയുമ്പോൾ ഹജ്ജും ഉംറയും. അപ്പൊ ഹജ്ജിൻ്റെയും ഉംറയുടെയും, ഹജ്ജും ഉംറയും ഇമ്മ ഒന്നിരിക്കെ ഫർളു കിഫായത്തിൻ, അത് ഫർള് കിഫായയാണ്, സാമൂഹിക ബാധ്യതയാണ്. ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത് ഒരു സാമൂഹിക ബാധ്യതയാണ്. ഔ ഐനിൻ, അല്ലെങ്കിൽ വ്യക്തിപരമായ ബാധ്യതയാണ്. ഫർളു ഐനിൻ എന്ന് പറയാം. എനിക്കും നിർബന്ധമാണ്, ഓരോരുത്തർക്കും നിർബന്ധമാണ്, അതാണ് ഫർളു ഐന്. ഔ തതവ്വുഉൻ, അല്ലെങ്കിൽ സുന്നത്താണ്. ഇങ്ങനെ 3 ഹുക്മുകളാണ് ഹജ്ജുമായും ഉംറയുമായും ബന്ധപ്പെട്ട് ഉണ്ടാകുക. ഒന്ന് സാമൂഹിക ബാധ്യതയാണ്, 2 വ്യക്തിപരമായ ബാധ്യതയാണ്, അതല്ല അല്ലെങ്കിൽ മൂന്നാമത്തത് സുന്നത്തായ തതവ്വുഉൻ എന്ന് പറഞ്ഞാൽ സുന്നത്താണ്. അപ്പൊ നോക്കണേ, യജിബു നിർബന്ധമാണ്, കിഫായിയൻ സാമൂഹികമായി ബാധ്യതയായി, ഫർള് കിഫായ ആയി നിർബന്ധമാണ്. കുല്ല സനത്തിൻ, എല്ലാ വർഷവും ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. ആർക്ക്? അലൽ അഹ്റാരി, സ്വതന്ത്രരായ ആളുകൾക്ക്, അടിമകളല്ലാത്ത സ്വതന്ത്രരായ ആളുകൾക്ക് എല്ലാ വർഷവും ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. അൽ ബാലിഗീന, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, പ്രായപൂർത്തിയെത്തിയ സ്വതന്ത്രരായ മുഴുവൻ ആളുകളുടെ മേലും സാമൂഹികമായ ഒരു ബാധ്യതയാണ് ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത്. അതെങ്ങനെ സാമൂഹിക ബാധ്യതയായത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇഹ്യാഅൻ, സജീവമാക്കുന്നതിന് വേണ്ടി, ലിൽ കഅബത്തിൽ മുശറഫത്തി, പരിശുദ്ധമായ കഅബ ആരാധനകൾ കൊണ്ട് ധന്യമാക്കുന്നതിന്, സജീവമാക്കുന്നതിനു വേണ്ടി ലോകത്തുള്ള മുഴുവൻ പ്രായപൂർത്തിയും ബുദ്ധിയും അതുപോലെ സ്വതന്ത്രരുമായ എല്ലാ മുസ്ലിമീങ്ങൾക്കും സാമൂഹികപരമായി ബാധ്യതയാണ് എല്ലാ വർഷവും ഹജ്ജും ഉംറയും നിർവഹിക്കുക എന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോ കഅബ ഹജ്ജും ഉംറയും കൊണ്ട് അവിടെ ആരാധനകൾ നിർവഹിക്കപ്പെടണം, അവിടെ സജീവമാവണം. അങ്ങനെ സജീവമാക്കൽ സാമൂഹികമായ ബാധ്യതയാണ്. ഒന്നൊരിക്കൽ ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ ആരെങ്കിലും ചെയ്യണം. ഓരോരുത്തർക്കും അത് എന്താണ്? സാമൂഹികമായ ബാധ്യതയാണ്. ഇനിയോ വ ഐനിയൻ, അതാണ് നമ്മുടെ ചർച്ച. വ ഐനിയൻ, വ്യക്തിപരമായ, ഓരോ ശരീരത്തിനും വ്യക്തിപരമായി ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. മറത്തൻ, ഒരു പ്രാവശ്യം, ഫിൽ ഉംരി, ആയുസ്സിൽ ഒരു പ്രാവശ്യം ഹജ്ജും ഉംറയും വ്യക്തിപരമായി ചെയ്യൽ നിർബന്ധമാണ്. അതാർക്ക്? അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും, മുക്കല്ലഫിൻ, മുക്കല്ലഫായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും, ഹുർരിൻ,
സ്വതന്ത്രനായ, മുസ്തത്വഇൻ കഴിവും സ്വതന്ത്രനുമായ, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനിക്കും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഹജ്ജും ഉംറയും ചെയ്യൽ നിർബന്ധമാണ്. അതൊരു പ്രാവശ്യം. ഇനി ഒരു സമയത്ത് സാമൂഹിക ബാധ്യത എന്ന് പറയാൻ കാരണം ഒരു കൊല്ലം ഹജ്ജും ഉംറയും ഇല്ലാതിരിക്കാൻ പറ്റില്ല. അവിടെ ആരെങ്കിലും ആയിട്ട് അവിടെ ചെയ്യണം, സജീവമാക്കണം. എല്ലാവരും ഹജ്ജ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ ഒരു വർഷം എന്തായില്ല, ആരും പോയില്ല, ഹജ്ജിനും ഉംറക്കും പോയില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ സാമൂഹികമായ ബാധ്യതയാണ് അങ്ങനെ ചെയ്യൽ. ഇനി പറയാം. ക്ലിയർ അല്ലേ? അതെ അതെ അതെ, ഉംറയും ഹജ്ജും ഒരു പ്രാവശ്യം നിർബന്ധമുള്ളൂ. അടുത്ത ടോപ്പിക്ക് ഇസ്തിത്വാഅത്ത്. കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ കഴിവുണ്ടാകൽ നൗആനി, രണ്ട് ഇനങ്ങളാണ്. കഴിവുണ്ടാകൽ രണ്ടിനങ്ങളാണ്. ഒന്ന് ഇസ്തിത്വാഅത്തുൻ ബിനഫ്സിഹി, സ്വന്തമായി കഴിവ് വേണം. വസ്തിത്വാഅത്തുൻ ബിഗൈരിഹി, മറ്റൊന്ന് മറ്റൊരാളെ ഉപയോഗപ്പെടുത്തി കഴിവുണ്ടാവുക. സ്വന്തമായിട്ട് തന്നെ ഹജ്ജും ഉംറയും ബന്ധപ്പെട്ട കർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ സാധിക്കുക, അങ്ങനെയുള്ളവർക്കും നിർബന്ധമാണ്. അതുപോലെ സ്വന്തമായിട്ട് കഴിയില്ല, പകരം ഒരാളെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ആൾക്ക് അങ്ങനെയും നിർബന്ധമാണ്. രണ്ട് രൂപത്തിൽ ഇസ്തിത്വാഅത്ത് വരും. നമ്മൾ തന്നെ പോയിട്ട് ചെയ്യലും വരും, സ്വയം ഓരോരുത്തരും സ്വന്തം ശരീരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യലും വരും, മറ്റൊരാളുടെ സഹായം കൊണ്ട് കഴിവുണ്ടാവലും ഉണ്ടാവും. ഓക്കെ ആണോ? നോക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുക? വലിസ്തിത്വാഅത്തു ബിനഫ്സിഹി, ആദ്യം പറഞ്ഞത് വലിസ്തിത്വാഅത്തു ബിനഫ്സിഹി, സ്വന്തമായി കഴിവുണ്ടാവൽ. തതഹഖഖു, അത് സംഭവിക്കും, അതുണ്ടായിത്തീരും. ബിസിത്തത്തി ഉമൂരിൻ, 6 കാര്യങ്ങളെ കൊണ്ട്. ഒരാൾക്ക് സ്വന്തമായി കഴിവുണ്ട് ഹജ്ജ് ചെയ്യാൻ എന്നത് 6 കാര്യങ്ങളെ കൊണ്ടാണ് ഉണ്ടായിത്തീരുക. 6 വിഷയങ്ങൾ, 6 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ, ഇനി പറയാൻ പോകുന്ന 6 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ ഒരു വ്യക്തിക്ക് സ്വന്തമായി കഴിവുണ്ട് എന്ന് പറയൂ. ക്ലിയർ അല്ലേ? അതൊന്ന് ആദ്യം 6 ഞാനൊന്ന് മലയാളത്തിൽ പറയാം. ഒന്ന്, ഇവന് പോകുന്നതിനു വേണ്ട സാധനങ്ങളും സാമഗ്രികളും ഭക്ഷണങ്ങളും, അതുപോലെ അവൻ പോയി കഴിഞ്ഞാൽ അവൻ്റെ നാട്ടിലുള്ള അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ചെലവും അവൻ പോയിട്ട് വരുന്നത് വരെ ഉണ്ടായിരിക്കണം. ഒന്നതാണ്. ഒന്ന്, ഓന് പോകാൻ ഹജ്ജിനും ഉംറക്കും പോകുന്ന വ്യക്തിക്ക് പോയി അത് നിർവഹിച്ച് വരുന്നതിനുള്ള സൗകര്യങ്ങൾ വേണം. അതോടൊപ്പം തന്നെ അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള വ്യക്തികൾക്കുള്ള ചിലവും പോയി വരുന്നത് വരെ അവൻ കണ്ടേ പറ്റൂ. അങ്ങനെയുള്ള ആളുകൾക്കേ സാധിക്കും. ഒന്നത്. ഉംറക്കും ബാധകമാണ്. 2, ദൂരെയാണെങ്കിൽ, അതായത് 132 അതിലധികമോ കിലോമീറ്റർ ദൂരെയാണ് എങ്കിൽ വാഹനവും ഉണ്ടായിരിക്കണം. ഹജ്ജും ഉംറയും ചെയ്യാൻ വാഹനം സ്വന്തമായിട്ടല്ല, വാഹനം ഉപയോഗിച്ച് അവിടെ എത്താൻ പറ്റണം. ഇനിയോ 132 കിലോമീറ്റർ കുറവാണെങ്കിലും ഇവന് നടന്ന് പോവാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. 100 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ, എന്നാലും വാഹനം വേണം. വാഹനം ഇല്ലെങ്കിൽ പോണ്ട, അവന് കഴിവില്ലാത്തവനാണ്.
വാഹനമില്ല, വാഹന സൗകര്യമില്ല എങ്കിൽ കഴിവില്ലാത്തവനാണ്. രണ്ടാമത്തത് അത്. മൂന്നാമത്തത് അവൻ്റെ വഴിച്ചെലവുകളും അവൻ്റെ വീട്ടിലുള്ളവരുടെ ചെലവുകളും വാഹനവുമൊക്കെ അവന് കടമുള്ള അവസ്ഥയും അവൻ്റെ വീട് അതിനെ തൊട്ടും ബാക്കിയായിരിക്കണം. കടം വാങ്ങി ഹജ്ജിന് പോവണ്ട. കടമൊക്കെ വീട്ടി അവന് താമസിക്കാനുള്ള അവൻ്റെ സൗകര്യം ഒക്കെയുള്ള അവന് പറ്റുന്ന ഒരു വീടിൽ ഒക്കെയുള്ള അതിൽ നിന്നും ഒക്കെ ബാക്കിയായ അവസ്ഥയിലാവണം അവൻ്റെ വഴിച്ചെലവുകളും. അപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ അവന് നല്ലൊരു 10 ലക്ഷം റുപ്യ കടമുണ്ട്. ആ കടമുണ്ടായിരിക്കെ അവന് ഹജ്ജ് ചെയ്യാനുള്ള കഴിവ് ഇല്ല. പോയ ഹജ്ജൊക്കെ ചെയ്തു വരാം, അത് വേറെ വിഷയം. പക്ഷെ അവന് എന്തല്ല, മുസ്തത്തിയല്ല, അവന് ഹജ്ജ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ കഴിവുള്ളവനല്ല. കടം വീട്ടുകയാണ് അവൻ വേണ്ടത്. വീടില്ലെങ്കിൽ വീടിന് വേണ്ടി സൗകര്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഓക്കെ. നാലാമത്തത് വഴി യാത്രാ സൗകര്യമുള്ളതായിരിക്കണം. അപകടമൊന്നും ഉണ്ടാവരുത്. വഴിയിൽ അപകടം ഉണ്ടാവരുത്. കള്ളന്മാരുടെ ശല്യമുള്ള സ്ഥലമാണ്. അല്ലെങ്കിൽ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ സാധാരണ അതിലൂടെ പോയി കഴിഞ്ഞാൽ ജീവനോടെ അവിടെ എത്തുമെന്ന് ഉറപ്പില്ല. എങ്കിൽ പോവണ്ട. അഞ്ചാമത്തത് ആരോഗ്യം വേണം. ആറാമത്തത് അത് 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 നമ്മൾ സ്വന്തത്തിനാ പറയണേ. സ്വന്തം കഴിവുള്ളവനാകുന്ന അവസ്ഥയിലപ്പം പറഞ്ഞു. മറ്റേത് പിന്നെ പറയും, ശേഷം പറയും. ആറാമത്തത് യാത്ര ചെയ്യാൻ സൗകര്യമുണ്ടാവണം. എല്ലാ സംഗതികളും ഉണ്ട്, ഈ പറയപ്പെട്ട സംഗതികളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ യാത്ര ചെയ്യാനുള്ള ഒരു സാധ്യതയും സാഹചര്യവും വേണം. മനസ്സിലായില്ല, കേട്ടില്ല, തിരിഞ്ഞില്ല. മക്കളെ കല്യാണം കഴിപ്പിക്കുക, അതിപ്പോ മക്കളെ കല്യാണം കഴിപ്പിക്കാനുള്ള അത് ചെലവ്, അതൊന്നും എന്തല്ല, അതിപ്പോ പറഞ്ഞിട്ടില്ലല്ലോ. മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ട തന്നെയാണ്. ഇതിൽ പറഞ്ഞാൽ ആ വിവാഹം കഴിപ്പിക്കാൻ ഇപ്പൊ എന്ത് ചെലവുള്ളത്? അതിപ്പോ നാട്ടുകളിലെ ആചാരങ്ങളല്ലേ. പെണ്ണിന് കല്യാണത്തിന് ഇത്ര പൊന്നു കൊടുക്കണം, കല്യാണം ആർഭാടാക്കണം, അതിന് പൈസ വേണം. അത് അവന് പറ്റുന്ന രൂപത്തിൽ ചെയ്യാം. മകളെ കെട്ടിച്ചു കൊടുക്കണമെങ്കിൽ അവന് സാധിക്കുന്ന രൂപത്തിൽ ചെയ്യണം. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം. അല്ലാതെ ഇത് ഓനക്ക് ഒരു 2 ലക്ഷം രൂപ കൊണ്ട് അവന് മകളുടെ വിവാഹവും നടത്താൻ പറ്റും, അത് 20 ലക്ഷം കൊണ്ടും നടത്താൻ പറ്റും. അങ്ങനെ കടവും കള്ളിയും വാങ്ങി 20 ലക്ഷം വാങ്ങിയിട്ട് കടക്കാരനാണ്, എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റില്ല, അത് പറ്റില്ല. അതുപോലെ അവന് സ്വത്തുണ്ട്, 1 കോടി ഉൾപ്പെടെ സ്വത്തുണ്ട്, അല്ലെങ്കിൽ ഒരു 50 ലക്ഷത്തിൻ്റെ സ്വത്തുണ്ട്. കല്യാണത്തിന് അതൊന്ന് വെക്കേണ്ടി വരും, അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ കാണേണ്ടി വരും. അപ്പോൾ ആ മുതലുള്ള അവസ്ഥയിൽ അതൊക്കെ കൊടുത്ത് ബാക്കി കൊണ്ട് പോകേണ്ടി വരും, ഹജ്ജിന് പോകണം. ക്ലിയർ അല്ലേ? മക്കളെ വിവാഹം കഴിച്ചയക്കുക, മക്കൾക്ക് ചെലവിന് കൊടുക്കുക, അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾക്ക് നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ ആ ഒരു വിഷയം
ചെയ്യാൻ അവനെന്ത് ചെയ്യണം? അതിനും കൂടി ഫണ്ട് കണ്ടെത്തിയിട്ട് വേണം. അതൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ പോയാൽ മതി. അത് തന്നെ ഇസ്ലാമികമായ രൂപത്തിൽ നിർവഹിക്കാൻ, നാട്ടിൽ ചെയ്യുന്ന ആചാരങ്ങൾക്കനുസരിച്ച് നിർവഹിക്കാനല്ല. നാട്ടാചാരം അനുസരിച്ചാണെങ്കിൽ അതനുസരിച്ച് നീങ്ങുകയാണെങ്കിൽ അത് ഇപ്പോൾ നമ്മൾ പരിഗണിക്കൂല. അപ്പോൾ പിന്നെ അവന് അതിന് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് ഹജ്ജ് ചെയ്യണ്ട, അങ്ങനെ പറയാൻ പറ്റില്ല. ഇസ്ലാമികമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഒരു രൂപം. ആ രൂപത്തിന് പുറത്ത് ഞാൻ പറഞ്ഞല്ലോ, കല്യാണം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു ഒരുപാട് പൈസ ചിലവാക്കിയിട്ടും കല്യാണം നടത്താം. അത് നമ്മുടെ കുറഞ്ഞ രൂപത്തിലും നടത്താൻ പറ്റും. കുറഞ്ഞ രൂപത്തിൽ നടത്തുകയാണെങ്കിൽ എനിക്ക് അത് നടത്തിയിട്ട് ഹജ്ജിന് പോകാം, അപ്പോൾ പൈസ ബാക്കി ഉണ്ടാവും. ഇനി ആർഭാടമായ രൂപത്തിൽ നടത്തുകയാണ്, ഹറാമായ പല കാര്യങ്ങളും ചെയ്യുകയാണ്, എന്നാൽ അത് ബുദ്ധിമുട്ടാണ്. അത് പിന്നെ അതിനു വേണ്ടി പണം ചെലവഴിച്ചിട്ട് ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് പിന്നെ അള്ളാഹുവിനെ പരിഹസിക്കുന്ന പോലെയാണ്. അതെ, കുറ്റക്കാരനാവും. മറ്റേത് ഉസ്താദുമാർ പറയണത് കടമുണ്ടായിരിക്കെ ഹജ്ജിന് പോണ്ട, കുട്ടിയെ എന്താണ് ബാധ്യത, കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള സാഹചര്യവും ആ ഒരു രൂപത്തിലേക്കും എത്തിയിട്ട് പിന്നെ ഹജ്ജിന് എന്താണ് അതൊന്നും നോക്കാതെ, കുടുംബം നോക്കാതെ, ചെലവിന് കൊടുക്കാതെ ഹജ്ജിന് അത് പോണ്ടെന്നാ പറയുന്നത്. അങ്ങനെ പോണ്ടെന്നാണ്. അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് ചെലവ് നമ്മൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഓരോരുത്തരും ഓരോന്ന് പറയും. എനിക്കതുണ്ട്, എൻ്റെ എന്താണ് കുറച്ചും കൂടി സ്ഥലം വാങ്ങാണ്ട്, എനിക്ക് അത് ചെയ്യാണ്ട് ഇത് ചെയ്യാണ്ട്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അവന് കഴിവേ ഉണ്ടാവില്ല എന്ന് പറയണ്ടേ. എത്ര കിട്ടിയാലും ആളുകൾക്കൊരു തികച്ചിലുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ കഴിവേ ഉണ്ടാവില്ല എന്ന് പറയണ്ടേ, അത് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, നോക്കല്ല എന്നാ. അതെ, അതെ. മഹല്ല് എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിലാണ് ഇപ്പൊ ഈ മഹല്ല് എന്നുള്ള രൂപത്തിലൊക്കെ ഉള്ളു. മഹല്ലിൽ ചിലപ്പോൾ ഒരു മഹല്ലിൽ തന്നെ ഒരു 10ഉം 12ഒക്കെ നാടുകൾ തന്നെ ഉണ്ടാവും ചില സ്ഥലത്ത്. മഹല്ല് എന്നുള്ള അടിസ്ഥാനത്തിലല്ല, ഒരു ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. ചിലര് മഹല്ല് എന്ന് പറഞ്ഞവരുണ്ട്, ചില ആലിമ്യങ്ങൾ ഒരു മഹല്ല് ഒന്നിച്ചാണ് നാട് എന്ന് പറയുന്നതെന്ന് പറഞ്ഞവരുണ്ട്. അപ്പൊ ഒരു നാട്ടിലെ ഒരാൾ പോകുക എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ ആരെങ്കിലുമായിട്ട് ഹജ്ജിന് പോകുക എന്നുള്ളത് നിർബന്ധമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കഅബയും പരിസരവും ഹജ്ജ് ഇല്ലാത്ത ഒരു സംഭവം ഉണ്ടാവരുത്, ഹജ്ജ് നടക്കാത്തത്. അപ്പൊ അത് എന്ത് ചെയ്യേണ്ടി വരും? പോയവരെന്നെ വീണ്ടും പോണ്ടി വരും. അപ്പൊ നിർബന്ധമാണ്. അപ്പൊ ഒരു വട്ടം ചെയ്തു, ഞാനൊരു വട്ടം ചെയ്തു എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ഓന് തന്നെ കഴിവുണ്ടെങ്കിലും പോണ്ടി വരും. അങ്ങനല്ല, അപ്പോഴൊക്കെ ഇസ്തിത്താഅത്ത് വേണം. ഇസ്തിത്താഅത്ത് ഉണ്ടെങ്കിലാ പറഞ്ഞേ, ഈ കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ. അത് ഇപ്പോ നമ്മുടെ നാട്ടില് ഒരു നാട്ടിൽ നിന്ന് ഒരാള് പോയിട്ടില്ലെങ്കിലും, ഈ ഒരു നാട്ടിൽ നിന്ന് ഒരാൾ പോയി ഒരാളും പോയില്ല എന്നുണ്ടെങ്കിലും അവിടെ സജീവമായി നടക്കുന്നുണ്ട്, എന്നാ പിന്നെ പ്രശ്നമൊന്നുമില്ല. അവിടെ മുടങ്ങരുത് എന്ന്. എവിടെ? ഹജ്ജും ഉംറയും അതില്ലാതാകുന്ന രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ പിന്നെ എല്ലാവരും കുറ്റക്കാരാവും, എല്ലാ നാട്ടുകാരും എല്ലാ ആളുകളും കുറ്റക്കാരാവും.
പിന്നെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാകുന്നതിനാണ് ഇപ്പൊ നമ്മൾ ഏത് പറഞ്ഞത്, ഫർള് വ്യക്തിപരമായി നിർബന്ധമാവുന്നതിനേക്കാണ് സ്വതന്ത്രനാവണം, മുസ്ലിം ആവണം, പ്രായപൂർത്തിയാവണം, കഴിവുണ്ടാവണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇസ്തിത്വാഅത്ത് രണ്ട് വിധം. ഒന്ന് സ്വന്തമായി കഴിവുണ്ടാവുക, മറ്റൊന്ന് സ്വന്തമായിട്ടല്ലാതെ കഴിവുണ്ടാവുക. അപ്പൊ സ്വന്തമായി കഴിവുണ്ടാവൽ 6 കാര്യങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുക. അതിൽ ഒന്നാമത്തത് വിജിദാനുസാദി, സാദ് ഉണ്ടായിരിക്കണം. സാദ് ഉണ്ടായിരിക്കണം. സാദ് എന്ന് പറഞ്ഞാൽ അവന് ഹജ്ജിന് പോകുന്നതിനാവശ്യമായ ഭക്ഷണം, വസ്ത്രം, മറ്റ് സംവിധാനങ്ങൾ, സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. സാദ് ഉണ്ടായിരിക്കണം. അതുപോലെ മുഅ്നത്തി, ഏത് അതായത് ഭക്ഷണം, വസ്ത്രം, ആ സംഗതികൾ അതൊക്കെയാണ് അതിൽ വിടുക. ഭക്ഷണവും വസ്ത്രവും ഒക്കെയാണ് വിടുക. അവന് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ വേണം. വണ്ടിയൊക്കെ പിന്നെ പറയട്ടോ. വമുഇനത്തിമൻ, ഒരുത്തർക്കുള്ള ചെലവും ഉണ്ടായിരിക്കണം. തൽസമുഹു മുഅ്നതുഹു, അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ചെലവുമാണ്. ഒരു മിനിറ്റ്. ഹലോ, ഓക്കെ. അപ്പോ ചെലവ് കൊടുക്കൽ നിർബന്ധമുള്ള ആൾക്കുള്ള ചെലവും ഉണ്ടായിരിക്കണം. മിനദ്ദഹാബി, പോക്ക് മുതൽ ഇലൽ ഇയാബി, മടക്കം വരെ, പോയി വരുന്നത് വരെ അവന് ചെലവ് കൊടുക്കൽ നിർബന്ധമായവർക്കുള്ള ചെലവും അവനുള്ള സൗകര്യങ്ങളും, യാത്ര, ഭക്ഷണ, വസ്ത്ര സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? വസാനി, രണ്ടാമത്തത് വിജിദാനു ദഹാബ് പറഞ്ഞ പോക്ക്, മിനദ്ദഹാബി എന്ന് പറഞ്ഞ പോക്ക് മുതൽ ഇലൽ ഇയാബി എന്ന് പറഞ്ഞ മടക്കം. അതെന്ന് വന്നേ, അതെ, അതെന്ന് വന്നേ. ദഹാബ് ഇയാബ് എന്ന് പറയാം. ദഹാബ് പറഞ്ഞ പോക്ക്, ഇയാബ് പറഞ്ഞ വരവ്. പോയി വരുന്നതുവരെ അവന്റെ ചെലവ് പ്രതീക്ഷിക്കുന്ന, അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കുള്ള ചെലവും അവനു വേണ്ട യാത്രാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. വസാനി, രണ്ടാമത്തത് വിജിദാനുറാഹിലത്തി, വാഹനമുണ്ടായിരിക്കണം. ഇൻകാന ബഈദൻ, അവൻ ദൂരെ താമസിക്കുന്നവനാണെങ്കിൽ, ദൂരെയുള്ളവനാണെങ്കിൽ, ദൂരെ എന്ന് പറഞ്ഞാൽ 132 കിലോമീറ്ററും അതിനപ്പുറവും ദൂരെയുള്ള ആളാണെങ്കിൽ വാഹനമുണ്ടായിരിക്കണം. എവിടെ നിന്ന് ദൂരം? അൻ മക്ക, മക്കയെ തൊട്ട് ദൂരമാണെങ്കിൽ. ഔ ഖരീബൻ മിൻഹ, അല്ലെങ്കിൽ മക്കയോട് അടുത്താണെങ്കിലും വേണം വണ്ടി. എപ്പോ അടുത്താണെങ്കിൽ എപ്പോഴാ? വഖദ് ളഉഫ അനിൽ മശ്യി, അവൻ നടക്കുന്നതിന് ശേഷിയില്ലാത്ത, ബലഹീനമായ അവസ്ഥയിലായിരിക്കുമ്പോൾ, നടന്ന് ചെന്ന് ഹജ്ജ് ഉംറ നിർവഹിക്കാൻ പ്രയാസമുള്ള ആരോഗ്യസ്ഥിതിയിലാണെങ്കിൽ വാഹനവും അത് എവിടെയാണെങ്കിലും വേണം. മക്കയോട് അടുത്ത് ഉള്ള സ്ഥലത്തുള്ള ആളാണെങ്കിലും വേണം. ഓക്കെ. പിന്നെ മൂന്നാമത്തത്
കൗനുസാദി, സാദ് നമ്മൾ നേരത്തെ പറഞ്ഞ സാദ് ആവണം, വൽ മുഅ്നത്തി ചിലവും ആവണം, വറാഹിലത്തി വാഹനവും ആവണം, ഫാദിലത്തൻ ബാക്കിയായതാവണം ശേഷിക്കുന്നതാവണം, അൻദൈനിഹി അവൻ്റെ കടത്തിനെ തൊട്ടും, വമസ്കനിഹി അവൻ്റെ ഭവനത്തിനെ തൊട്ടും. കടവും അവൻ താമസിക്കാൻ അവൻ്റെ താമസ സൗകര്യങ്ങൾക്കും ശേഷം ബാക്കിയുള്ള അവസ്ഥയിലെ വണ്ടിയും വാഹനവും ചെലവും സാധും എല്ലാം ഉണ്ടായിരിക്കണം. അപ്പോൾ കടമുള്ള ഒരു വ്യക്തി അവന് ഹജ്ജ് ചെയ്യാൻ നിർബന്ധമാകുന്ന അവസ്ഥയിലുള്ള ശേഷിയില്ല. വീടില്ലാത്ത ഒരു വ്യക്തി അവനും ഹജ്ജ് നിർബന്ധമായി ചെയ്യുന്ന രൂപത്തിലുള്ള ശേഷിയില്ല. വറാബിഉ നാലാമത്തത് അംനുത്വരീഖി വഴി പേടിയില്ലാത്തതാവണം, വഴി നിർഭയമായിരിക്കണം. അപ്പോൾ ഫലാ യജിബു നിർബന്ധമില്ല. ലോൺ വീട്ടണം. മാസം അടക്കാനുള്ള പൈസ ഉണ്ട്, അത് വീട്ടാനുള്ള സൗകര്യങ്ങൾ അവനക്ക് വേറെ ഉണ്ട്. അങ്ങനെ അടച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ആ സൗകര്യങ്ങൾ ഉള്ള ആൾക്ക് പോകാം. ഇപ്പൊ ലോൺ ഉണ്ട്, ലോൺ കൊടുത്തിട്ടുള്ളത് ഒരു 10 സെന്റ് സ്ഥലത്തിന്റെ പറമ്പാണ് പണയം വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞാലും ഇവനിക്ക് എന്തുണ്ട്, ഇനി അയാള് അത് റിക്കവർ ചെയ്ത് എടുക്കുകയാണെങ്കിലും ഇവനിക്ക് വേറെ ഈ പറയപ്പെട്ട രൂപത്തിലുള്ള ഇസ്തിത്വാഅത്ത് ഉണ്ട് എങ്കിൽ പോകാം. അവൻ്റെ വീട് തന്നെ ഇതായി പോണ രൂപത്തിലുള്ള ലോണാണ്, അതടക്കാൻ തന്നെ അവൻ പ്രയാസപ്പെടുകയാണ്, അവൻ പോണ്ട, അവന് നിർബന്ധമല്ല. അവന് കടക്കാരനുമാണ്, വീടുമില്ല, അങ്ങനത്തെ ആളായി പോകും. അംനുത്വരീഖ് വഴി നിർഭയമായിരിക്കണം, പേടിയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫലാ യജിബു റുകൂബുൽ ബഹരി സമുദ്രത്തിലൂടെ യാത്ര ചെയ്യൽ നിർബന്ധമില്ല. കടലിൽ കപ്പൽ കയറി ഹജ്ജിന് പോകൽ നിർബന്ധമില്ല. ഇല്ലാ ഇദാ ഗലബത്തി അസ്സലാമത്തു ഫീഹി ആ കടലിലൂടെ സഞ്ചരിക്കുന്ന അതിൽ രക്ഷപ്പെടൽ മികച്ചു വന്നാലൊഴികെ. കടലിലൂടെ യാത്ര ചെയ്താൽ രക്ഷയോടുകൂടെ അവിടെ എത്തും എന്നുള്ള ഒരു ഉറപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു മികച്ച ധാരണ അത്രേ പറയാൻ പറ്റുള്ളൂ, ഉറപ്പ് കിട്ടൂല്ലോ. അപ്പൊ കടലിലൂടെ കപ്പൽ കയറി യാത്ര ചെയ്ത് പോകുന്നവരൊക്കെ കോൺഫിഡൻസ് എന്ന് മാത്രമല്ല, കോൺഫിഡൻസ് പിന്നെ അവനുണ്ടാണ്. പൊതുവെ ആ കാലങ്ങളിൽ കപ്പലിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ അപകടത്തിലൊന്നും പെടാതെ രക്ഷയോടുകൂടെ അവിടെ എത്തുമെന്നാണ്, അത് തന്നെയാണ് കൂടുതലും ഉള്ളത്. എങ്കിൽ പോകാം, അല്ലെങ്കിൽ പോകാൻ പാടില്ല. വലാ ഖുറൂജുൽ മർഅത്തി സ്ത്രീ പുറപ്പെടലും നിർബന്ധമില്ല, സ്ത്രീ പോകലും നിർബന്ധമില്ല. ഹത്താ തഅ്മന അവന് ആ സ്ത്രീ നിർഭയമാകുന്നതുവരെ, ബിസൗജിൻ ഭർത്താവ് കൊണ്ടോ, ഔ മഹ്റമിൻ അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായ ഒരാളെ കൊണ്ടോ, ഔ നിസ്വത്തിൻ സിഖാത്തിൻ വിശ്വസ്തരായ ഒരു കൂട്ടം സ്ത്രീകളെ കൊണ്ട്, വിശ്വാസയോഗ്യരായ ഒരു കൂട്ടം സ്ത്രീകൾ, അതുപോലെ
അല്ലെങ്കിൽ വിവാഹബന്ധം ഹറാമായവർ, അതുപോലെ ഏതും ഭർത്താവ് പോലെ ഉള്ള ആളുകളെ കൊണ്ട് നിർഭയമാകുന്നത് വരെ അവർക്കും നിർബന്ധം ഇല്ല. വലാ അലൽ ഖായിഫി, പേടിക്കുന്നവന്റെ മേലും നിർബന്ധമല്ല. ഭയങ്കര പേടിയാണ് അവന് പോകാൻ. ഇല്ലാ ഇദാ വജദ ഖഫീറൻ, ഇല്ലാ ഇദാ വജദ, അവൻ എത്തിച്ചാൽ ഒഴികെ, ഖഫീറൻ, സംരക്ഷകനെ, അവനെ സംരക്ഷിക്കുന്ന ഒരാളെ എത്തിച്ചാൽ ഒഴികെ, യുജീറുഹു, അവനെ കാക്കുന്ന, അവനക്ക് പ്രൊട്ടക്ഷൻ നൽകുന്ന, അവനെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനെ എത്തിച്ചാൽ ഒഴികെ അവനും നിർബന്ധമില്ല. ഔ റുഫ്ഖത്തൻ, കൂട്ടുകാരെ എത്തിച്ചാലും ഒഴികെ, യഉമനു മഅഹും, ആ കൂട്ടുകാരോട് കൂടെ പോവുകയാണെങ്കിൽ അവന് നിർഭയത്വം കിട്ടും. അപ്പോൾ അവന് നിർഭയമാകുന്ന ഫ്രണ്ട്സുകളോ അല്ലെങ്കിൽ അവന് സുരക്ഷ ഒരുക്കാൻ പറ്റുന്ന ഒരു കരുത്തനായ ഒരു സെക്യൂരിറ്റി ആയ ഒരാളോ ഒക്കെ ഉണ്ടായാലല്ലാതെ പേടിയുള്ളവന്റെ മേലും ഹജ്ജും ഉംറയും നിർവഹിക്കൽ നിർബന്ധം ഇല്ല. വൽ ഖാമിസു, അഞ്ചാമത്തത്, ഖുവ്വത്തുൽ ബദനി, ശരീരം ശക്തിയുള്ളതാവണം, ആരോഗ്യമുണ്ടായിരിക്കുക. 5, ശരീരത്തിന് ശക്തി ഉണ്ടാവണം. അപ്പോൾ ഫലാ യജിബു, നിർബന്ധമില്ല, അലാമൻ, ഒരാൾക്ക് നിർബന്ധമില്ല, ലാ യസ്ബുതു, ആ വ്യക്തി സ്ഥിരപ്പെടുകയില്ല, അലൽ മർക്കബി, വാഹനത്തിൻ്റെ മേൽ, വാഹനത്തിൽ അവന് കയറാൻ കഴിയൂല, ബിഗൈരി മശക്കത്തിൻ ഷദീദത്തിൻ, ശക്തമായ പ്രയാസമില്ലാതെ. വണ്ടിയിലൊക്കെ കയറി ഇരിക്കാൻ പറ്റും, പക്ഷെ ഭയങ്കര പ്രയാസത്തോടു കൂടെ മാത്രമേ അവന് വണ്ടി കയറാൻ പറ്റുള്ളൂ. എന്നാൽ അവന് നിർബന്ധം ഇല്ല, അവനും നിർബന്ധം ഇല്ല. വണ്ടിയിലിരുന്ന കുഴയുന്ന ആളാണ്, വീണു പോകുന്ന ആളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടം വരുന്ന ആളാണ്, അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് ആരോഗ്യപരമായ അവസ്ഥകൾ ഇല്ല എങ്കിൽ അവനും നിർബന്ധം ഇല്ല. വക്കതൽ അഅ്മ, കണ്ണ് കാണാത്തവനും ഇതുപോലെയാണ്. കണ്ണ് കാണാത്ത ആൾ, അല്ലദീ ലാ യജിദു ഖായിദൻ, അവനെ വഴി നടത്താൻ വേണ്ടി, അവനെ പിടിച്ചു കൊണ്ടുപോവാൻ, വഴി കാണിച്ചു കൊടുക്കാൻ ഒരാളെയും കിട്ടാത്ത കണ്ണ് കാണാത്തവനും ഇതുപോലെ തന്നെ, ഓനക്കും നിർബന്ധമല്ല. കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് അവനെ സഹായിക്കാൻ, അവനെ വഴി നടത്താൻ, അവന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഒരാളെ കിട്ടുന്നില്ല. അങ്ങനത്തെ വ്യക്തിക്കും ഹജ്ജ് ചെയ്യൽ, ഉംറ ചെയ്യൽ നിർബന്ധം ഇല്ല. ഓക്കേണോ? വസ്സാദിസു, ആറാമത്തത്, ഇംകാനുസൈരി, യാത്ര സൗകര്യമാകണം. ബഅദൽ ഇസ്തിത്വാഅത്തി ബിമാ ദുകിറ, പറയപ്പെട്ടത് കൊണ്ടുള്ള കഴിവിന് ശേഷം. ഇപ്പൊ പറയപ്പെട്ട 5 കാര്യങ്ങളുണ്ടല്ലോ, ആ 5 കാര്യങ്ങളൊക്കെ കൊണ്ട് കഴിവുണ്ടായിട്ടും യാത്ര കൂടി ചെയ്യാൻ പറ്റണം. ഇപ്പൊ ദുൽഹിജ്ജ 8-നാണ് എന്ത് ചെയ്യുന്നത്, ഇവനിക്ക് കഴിവ് വരുന്നത്, അല്ലെങ്കിൽ ദുൽഹിജ്ജ 9-നാ കഴിവ് വരുന്നത്. അപ്പൊ പിന്നെ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ എടുത്ത് പോകാൻ പറ്റൂല, പെട്ടെന്ന് കിട്ടൂലത്, പെട്ടെന്ന് അവിടെ എത്തിപ്പെടാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇംകാന് കൂടി വേണം, സൗകര്യം കൂടി വേണം, സഞ്ചരിക്കാൻ സഞ്ചാര സൗകര്യം കൂടി വേണം. അപ്പോൾ ഫലാ യജിബു, നിർബന്ധമില്ല, അലാമൻ, ഒരു വ്യക്തിക്ക് നിർബന്ധമില്ല, ലം യജിദ് ബഅദഹ, ഈ കഴിവായതിനു ശേഷം അവൻ എത്തിച്ചില്ല, സമനൻ, ഒരു സമയം, യുംകിനുഹു ഫീഹി, ആ സമയത്തിൽ അവന് സൗകര്യപ്പെടും, അൽ വുസൂലു ഇലാ മക്ക, മക്കയിലെത്തൽ. മക്കയിൽ ഈ പറയപ്പെട്ട കഴിവൊക്കെ ഉണ്ടായതിനു ശേഷം മക്കയിലെത്താൻ സമയം കിട്ടാത്ത ഒരാൾക്കും നിർബന്ധം ഇല്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കഴിവൊക്കെ കിട്ടിയിട്ട് എന്ത് ചെയ്യണം, മക്കയിലെത്താനുള്ള സൗകര്യവും സമയവും ഉണ്ടായേ പറ്റൂ. ഓക്കെ, ഇനി നോക്കണേ. യാത്ര എന്നുള്ളതല്ലത്, ഇതിപ്പോ
അവിടെ എത്താൻ പറ്റണമെന്ന്. യാത്ര വണ്ടിയും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇവന് അവിടെ എത്തുമ്പോഴേക്കിന് ഹജ്ജിന്റെ സമയം കഴിയുന്നുണ്ടെങ്കിൽ അവനക്ക് നിർബന്ധമല്ല, ഹജ്ജിന്റെ അമലുകളൊന്നും ചെയ്യാൻ പറ്റൂല എങ്കിലും അവനക്ക് പോക്ക് നിർബന്ധം ഇല്ല. അവന് കഴിവുണ്ട്, പക്ഷെ ഈ കഴിവില്ല, ഈ 6ാമത്തെ കഴിവില്ല. ഓക്കെ, നോക്കാം. വലിസ്തിത്വാഅതു ബിഗൈരിഹി, മറ്റൊരാളുടെ സഹായം കൊണ്ട് കഴിവുണ്ടാവുക എന്ന് പറഞ്ഞാൽ ഇന്നമാ തകൂനു, തീർച്ചയായും അതുണ്ടാകുന്നത് ഫിസിനൈനി, 2 വിഭാഗം ആളുകളിലാണ്. 2 വിഭാഗം ആളുകൾക്കാണ് മറ്റൊരാളെ കൊണ്ട് കഴിവുണ്ടായിത്തീരുക. അൽ അവ്വൽ, ഒന്നാമത്തത്, മൻ, ഒരാൾ, അജസ അനിൻ നുസുക്കി ബിനഫ്സിഹി, അജസ, അവൻ കഴിവില്ലാത്തവനാണ്, അനിൻ നുസുക്കി, ഹജ്ജ് ഉംറയെ തൊട്ട് കഴിവില്ലാത്തവനാണ്, ബിനഫ്സിഹി, സ്വന്തമായി കഴിവില്ലാത്തവൻ. അതെന്തുകൊണ്ടാ? ലിനഹ്വി സമാനത്തിൻ, സമാനത്ത് കൊണ്ടാണ്. സമാനത്ത് എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം, ഔ കിബരിൻ, അല്ലെങ്കിൽ പ്രായം. സമാനത്ത് പറഞ്ഞാൽ ഈ എന്താ പറയാ, തളർവാദം ഒക്കെ പിടിച്ച ആളുകൾ ഉണ്ടാവും അല്ലേ, ഇതാണ് സമാനത്ത്. പ്രായമായിട്ടോ അല്ലാതെയോ പക്ഷാപാതം പിടിച്ച ആള്. ഔ കിബർ, അല്ലെങ്കിൽ പ്രായമായി, നല്ല പ്രായമായി. ഇതുപോലത്തത് കൊണ്ട് സ്വന്തമായി ഹജ്ജിനും ഉംറക്കും ശേഷിയില്ലാത്തവനാണ് ഇത് പറ്റുക. ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ലേ? ലാക്കിൻ, പക്ഷേ, വജദ, അവൻ എത്തിച്ചിരിക്കുന്നു, നായിബൻ, ഒരു പകരക്കാരനെ എത്തിച്ചു, ബി ഉജ്റത്തി മിസ്ലിൻ, കൂലി കൊണ്ട്, കൂലി കൊടുത്ത് പകരക്കാരനെ എത്തിച്ചു. കൂലി കൊടുത്ത് പറഞ്ഞാൽ സാധാരണ ആ നാട്ടിൽ കൊടുക്കുന്ന കൂലി. ഒരാളെ ഇത്ര സമയം നമ്മൾ ഒരു അദ്ദേഹം ജോലിക്ക് പോകുന്ന ആ സമയം നമ്മൾ എടുക്കുകയാണല്ലോ, ഒരു 10 15 ദിവസം നമ്മൾ എന്ത് ചെയ്യാണ്, അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ്. അപ്പം അദ്ദേഹത്തിന് ഒരു കൂലി കൊടുക്കണം, നാട്ടു നടപ്പനുസരിച്ചുള്ള കൂലി. അതാണ് ഉജ്റത്ത് മിസ്ൽ. നാട്ടു നടപ്പനുസരിച്ചുള്ള, ഒരു മിനിറ്റ് സാർ, അപ്പോ ഏതാ അസറോ? നാട്ടു നടപ്പനുസരിച്ചുള്ള കൂലി കൊണ്ട് ഒരു പകരക്കാരനെ കിട്ടിയ, വാർദ്ധക്യം കൊണ്ടോ അല്ലെങ്കിൽ പക്ഷപാതം കൊണ്ടോ തളർച്ച കൊണ്ടോ വാദം കൊണ്ടോ പ്രയാസപ്പെടുന്ന, ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക് പറ്റും. ഔബി തബറുഇൻ, അല്ലെങ്കിൽ എന്താണ്, വെറുതെ, കൂലിയൊന്നുമില്ല, വെറുതെ ഒരാൾ എന്ത് ചെയ്യാം, ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. ഒരാൾ പറഞ്ഞു നാട്ടു നടപ്പനുസരിച്ചുള്ള കൂലിനേക്കായും പറഞ്ഞു, അപ്പൊ കൊടുക്കണമെന്ന് നിർബന്ധമല്ല. നാട്ടു നടപ്പനുസരിച്ചുള്ള കൂലിനേക്കായും ചോദിച്ചു, എനിക്കൊരു ദിവസം 10,000 റുപ്യ വെച്ച് തരണം പറഞ്ഞു. അത് പറ്റൂല. ഒരു ദിവസം ഓൻ്റെ കൂലി 1000 റുപ്യാണ്. അപ്പൊ 1000 റുപ്യയുടെ അനുസരിച്ച് കൊടുക്കാം, നാട്ടിലനുസരിച്ച് അങ്ങനെ കൂലി വെച്ചിട്ട്. അതിനേക്കാളും കൂടുതൽ കൂലി ചോദിച്ചാൽ കൊടുക്കണ്ട. അപ്പോൾ ഫയജിബു, നിർബന്ധമാണ്, അലൈഹി, അവന്റെ മേൽ, അയ്യസ്തഇജിറ, അവനെ കൂലിക്കെടുക്കൽ നിർബന്ധമാണ്. നാട്ടു നടപ്പനുസരിച്ച് കൂലി അനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞ വ്യക്തിയെ, എന്നു പോയി ചെയ്യ്, അനെ കൂലിക്കെടുക്കണം, എനിക്ക് ഇത്ര കൂലി തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കൽ നിർബന്ധം. ഔ യഅ്ദനലിൽ മുത്തബർരിഇ, അല്ലെങ്കിൽ കൂലിയൊന്നും ചോദിക്കാതെ സംഭാവനയായിട്ട് സ്വയം സന്നദ്ധനായി വന്ന ആൾക്ക് അനുമതി കൊടുക്കലും നിർബന്ധമാണ്. ഞാൻ ചെയ്തോളാം, നിങ്ങൾക്ക് വേണ്ട ഹജ്ജ്, എനിക്ക് പൈസ ഒന്നും തരണ്ട, ഞങ്ങളെ ഹജ്ജ് പോയിട്ട് നിർബന്ധമുള്ളത് ചെയ്തോളാം എന്ന് അവനക്ക് സമ്മതം കൊടുക്കൽ നിർബന്ധമാണ്. ഫിന്നുസുക്കി അൻഹു, അവനെ തൊട്ട് എന്ത് ചെയ്യാൻ വേണ്ടി, ഹജ്ജ് ചെയ്യാൻ വേണ്ടി, ഹജ്ജോ ഉംറോ ചെയ്യാൻ വേണ്ടി.
പോണ്ട, ഇവൻ പോണ്ട, അവനെ പറഞ്ഞയച്ചാൽ മതി. അവന് സമ്മതം കൊടുക്കുക, അവന് കൂലിക്കെടുത്ത് അവനോട് പോകാൻ പറയാം. അതാണ് നിർബന്ധം. ഞാൻ പോയി അടങ്ങാറായിട്ട് പോയി, ഇനി അവന് അടങ്ങാറായിട്ട് പോയി മറ്റുള്ളവരെ മനസ്സിലായില്ല. കഴിവില്ലാത്തവനാണ്, ആരോഗ്യമില്ല, അവന് യാത്ര ചെയ്യാനും പറ്റൂല. യാത്ര ചെയ്ത അവർക്ക് അതായത് അവന് ഒരു നീതിമാനായ ഒരു ഡോക്ടർ പറഞ്ഞു ഓൻ പോകാൻ പാടില്ല, ഓൻ പോയാൽ പ്രശ്നമാണ്, എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമാണ്, എനിക്ക് വേറെ വല്ല അപകടമൊക്കെ വരും എന്നൊക്കെ ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഡോക്ടറേക്ക് നിർദ്ദേശം ഒരു കൺസൾട്ട് അങ്ങനെ കിട്ടി. അപ്പം പിന്നെ അവന് പോകണ്ട, പോയ അവൻ അപകടമല്ലേ, അറിഞ്ഞുകൊണ്ട് എന്തിനാ അപകടത്തിൽ പോയി ചാടുന്നു. അപ്പം അവന് എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാളെ പകരം വിടാൻ പറ്റും. അല്ല, അതായത് ഇങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓന് പുറത്തിറങ്ങണില്ല, ഞാൻ പോവില്ല, ഞാൻ ചെയ്യൂല, അജ്ജി പകരം ചെയ്യുന്നു പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എനിക്കാണ് പോവാൻ മടിയാണ്, ഇജ്ജ് പോയി ചെയ്യേ. ഓവർ തടി കൊണ്ട് അവന് നടക്കാനും ഓവർ തടി കൊണ്ട് അവന് ചെയ്യാൻ പ്രയാസമുണ്ട് എങ്കിൽ പറ്റും, മറ്റൊരാളെ പകരം വിടാം. അങ്ങനെയാണെങ്കിൽ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞേ, ഓൻ്റെ അതൊരു ഓവർ തടി എന്ന് പറഞ്ഞാൽ അതൊരു അസുഖമാണത്. ഒബേസിറ്റി, പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ ഒരു അസുഖമാണ്. ആ അസുഖം കൊണ്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഹജ്ജ് ചെയ്യാനോ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഉംറ ചെയ്യാനോ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനോ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. പെട്ടെന്നത് നീങ്ങിപ്പോവില്ല, സുഖപ്പെടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാളെ പകരം വിടാം. അത് പൊണ്ണത്തടി എന്ന് പറഞ്ഞ ഒരു രോഗമാണെന്നാ ഞാൻ പറഞ്ഞേ. ആ രോഗം പെട്ടെന്നൊന്നും സുഖമാവാതെ ഇരിക്കുന്ന സമയത്ത് ഓനക്ക് പോയാൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസമുണ്ട്. അവന് പോയാൽ അല്ലാതെ ഓൻ വിചാരിക്കലല്ല. ഇപ്പൊ ഒരാൾ വിചാരിക്കണം എനിക്ക് പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ഓൻ വിചാരിക്കലല്ല. സാധാരണ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത പ്രയാസം അവൻ ഉണ്ടാകുമെങ്കിൽ അവന് പകരം ആളെ വിടാം. അത്രയും പറയാൻ പറ്റും. വസാനി രണ്ടാമത്തത് മൻ, രണ്ടാമത്തെ ആൾ. ഒന്നാമത്തെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, രണ്ടാമത്തെ മൻ മാത്ത, ഒരാൾ മരിച്ചു. വഫീ ദിമ്മത്തിഹി നുസുക്കുൻ, അവന്റെ ഉത്തരവാദിത്വത്തിൽ ഹജ്ജും ഉംറയും ഉണ്ട്. അവൻ ചെയ്യൽ നിർബന്ധമായ ഒരാളായിരുന്നു, അവന് ശേഷി ഉണ്ടായിരുന്നു, അവൻ പോയില്ല. സാമ്പത്തികമായ നേരത്തെ പറഞ്ഞ സംഗതികളൊക്കെ ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി. അപ്പോ ഫയജിബു അലൽ വസിയ്യി, ഫയജിബ് അപ്പോൾ നിർബന്ധമാണ്, അലൽ വസിയ്യി വസിയ്യിന്റെ മേൽ. വസിയ്യ് എന്ന് പറഞ്ഞാല് അവന് വസിയ്യത്ത് ചെയ്ത ഒരാൾ, മരിച്ചുപോയ ആള് വസിയ്യത്തും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാളുണ്ടാവും, അയാളുടെ മേൽ നിർബന്ധമാണ്. ഫൽ വാരിസി, ഇനി അതില്ലെങ്കിൽ അനന്തരാവകാശിയുടെ മേൽ നിർബന്ധമാണ്. ഫൽ ഹാക്കിം, ഇനി അതും ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഹാക്കിമിന്റെ മേൽ, ഭരണാധികാരിയുടെ മേൽ നിർബന്ധമാണ്.
ഹജ്ജും ഉംറയും ചെയ്യാം. ആ ഇമ്മൻ നുസുക്കു ഒന്നിരിക്കെ അരെ എന്താ പറഞ്ഞേ? ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇല്ലെങ്കിലാ പറഞ്ഞേ. ആകെ ഒരാളുള്ളൂ, ഒറ്റ തടിയുള്ളൂ. ഓനക്ക് വസിയത്ത് ചെയ്ത ആളുമില്ല, ഓനക്ക് സ്വത്തുണ്ടേനും, ഓനക്ക് അനന്തരാവകാശികളും ഇല്ല. പിന്നെ ആരാ ചെയ്യാ? അപ്പൊ പിന്നെ ആ നാട്ടിലെ ഹാക്കിം നിർബന്ധമാണ്. അപ്പൊ അതാ നമ്മുടെ ഇസ്ലാമികമായ എന്താ പറയാ നിയമങ്ങളില് ഭരണാധികാരി എന്ന് പറഞ്ഞാല് ഒരു സുഖമുള്ള ഏർപ്പാടല്ല. ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഒരു സുഖമുള്ള ഏർപ്പാടല്ല. അത് ജനങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന ആൾക്കാണ് ഭരണാധികാരി എന്ന് പറയാം. അപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നേരെ നിർബന്ധമാണ് ആർക്കാ? ഭരണാധികാരിക്കാ. ഉണ്ടോ? ഇമ്മൻ നുസുക്കുവൻ ഒന്നിരിക്കെ ഓല് പോയിട്ട് ചെയ്യാം. ഒന്നിരിക്കെ ഹജ്ജ് ഉംറ ആരെന്നെ ചെയ്യാ? ഇവരെന്നെ ചെയ്യാം. അല്ലെങ്കിൽ അവിൽ ഇനാബത്തു അൻഹുബിൻ തരിക്കത്തി, ഓന്റെ അനന്തര സ്വത്തിൽ നിന്ന് മറ്റൊരാളെ പകരമാക്കൽ നിർബന്ധമാണ്. ഒന്നിരിക്കെ ഇവരെന്നെ ഡയറക്റ്റ് പോയി ചെയ്യാം. വസിയെ അവൻ വസിയത്ത് നൽകിയ ആളോ അല്ലെങ്കിൽ അനന്തരാവകാശിയോ എന്ത് ചെയ്യുക? നേരെ പോയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ അവന്റെ അനന്തര സ്വത്ത് നിന്ന് എടുത്തിട്ട് പകരം വേറൊരാളെ വിടുക. ഇല്ലല്ല, അതെങ്ങനെയാവുക? ഒരേ സമയം 2 ഹജ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. ഒരേ സമയം 2 ഹജ്ജ് ചെയ്യാൻ പറ്റുമല്ലോ. ഉംറ ഒന്ന് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വേറെ ഒന്ന് ചെയ്യാം. ഉംറക്ക് പോകുമ്പോൾ സുഖമാണ്. ഉംറ ഒന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാ? വേറെ ചെയ്യാം. അതുപോലെ നോക്കണേ, ഫൈലം തക്കുൻ ലഹു തരിക്കത്തുൻ, ഇനി അവൻ അനന്തര സ്വത്തില്ലെങ്കിൽ, മരിച്ചുപോയ ആൾക്ക് അനന്തര സ്വത്തില്ല, അല്ലെങ്കിൽ ഔലം തഫി ബിൽ ഉജ്റത്തി, കൂലി കൊടുത്തത് പൂർണ്ണമാവണില്ല. അനന്തര സ്വത്തുണ്ട്, പക്ഷെ അത് കൂലി കൊടുക്കാൻ നേരത്ത് നോക്കുമ്പോൾ അത് തികയില്ല. എന്നാൽ ലം യജിബ് ദാലിക, അപ്പൊ നിർബന്ധമല്ല. അപ്പൊ എന്തില്ല? നിർബന്ധമല്ല. ബൽ നിർബന്ധമല്ല എന്ന് മാത്രമല്ല, യുസന്നുലിൽ വാരിസി വഗൈരിഹി, അപ്പൊ അനന്തരാവകാശിക്കും അല്ലാത്തവർക്കും സുന്നത്താണ് ചെയ്തു കൊടുക്കല്. അനന്തരാവകാശിക്ക് ചെയ്തു കൊടുക്കൽ എന്താണ്? സുന്നത്താണ്. അനന്തരാവകാശിക്ക് സ്വത്തുണ്ട്, അപ്പോൾ വാപ്പാന്റെ സ്വത്തുനിന്ന് തികയാത്തത് ഇവൻ വെച്ചു കൊടുത്തിട്ട് ഇവൻ പോകലോ വേറെ ആളെ പകരം വിടലോ ഒക്കെ സുന്നത്താണ്. ക്ലിയർ അല്ലേ? ഇനി വൽ ഇനാബത്തു, പകരം ചെയ്യൽ. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ്. വൽ ഇനാബത്തു അനിൽ ഹയ്യിൽ ഖാദിരി, കഴിവുള്ള ജീവനുള്ള ഒരാൾക്ക് പകരം പോവുക. എല്ലാത്തിനും കഴിവുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അത് തംതനിഉ മുത്ലഖൻ, അത് നിരുപാധികം വിലങ്ങുന്നതാണ്. അത് പറ്റൂല. പൈസ കൊടുത്തിട്ടും പറ്റൂല, പൈസ ഇല്ലാതെയും പറ്റൂല, ഒന്നും പറ്റൂല, ഒരു നിലക്കും പറ്റൂല. ജീവനുണ്ട്, കഴിവുണ്ട്, എന്നാ പിന്നെ ഓൻ തന്നെ ചെയ്യുക. ഓനക്ക് പകരം പോകല് വിലങ്ങുന്നതാണ്. മനസ്സിലായോ? വൽ ആജിസ്, ജീവിച്ചിരിക്കുന്ന കഴിവില്ലാത്തവനോ? ഖാദിറിനപ്പൊ പറഞ്ഞു. ഇനി കഴിവില്ലാത്തവനോ? തജിബു ഫിൽ ഫർളി, ഫർദിൽ അത് നിർബന്ധമാണ്, പകരം കൊടുക്കൽ നിർബന്ധം, പകരമാക്കൽ നിർബന്ധമാണ്. തജൂസു ഫിൻ നഫ്ലി ബിഇദ്നിഹി, അവന്റെ സമ്മതത്തോടുകൂടെ സുന്നത്തിൽ അനുവദനീയവുമാണ് പകരമാക്കലേ. ഓന്റെ സമ്മതമാണ്. ഓന്റെ സമ്മതത്തോടുകൂടെ എന്ത് ചെയ്യാൻ പറ്റും? സുന്നത്തിൽ അനുവദനീയമാണ്. ഫർദിൽ നിർബന്ധമാണ്. ഇനി സുന്നത്തായ കർമ്മത്തിലാണ്, സുന്നത്തായ ഹജ്ജാണെങ്കിൽ അത് അനുവദനീയമാണ്. ബിഇദ്നിഹി, അവന്റെ സമ്മതത്തോട് കൂടെ. വൽ ഇനാബത്തു അനിൽ മയ്യത്തി, മയ്യത്തിനെ തൊട്ട് പകരം പോവുക, മരിച്ചുപോയ ഒരാളെ തൊട്ട് പകരം പോവുക. അത് തജൂസു ഫിൽ ഫർദി മുത്ലഖൻ, ഫർദിൽ അത് എന്തായാലും പറ്റും. വഫിൻ നഫ്ലി, സുന്നത്തിൽ പറ്റുന്നത് ഇൻ ഔസാബിഹി, അത് വസിയത്ത് ചെയ്താലാണ്. മരിച്ചുപോയ ആൾ വസിയത്ത് ചെയ്ത് എനിക്ക് വേണ്ടി ഒരു ഉംറ ചെയ്യണം, എനിക്ക് വേണ്ടി ഒരു ഹജ്ജ് ചെയ്യണം എന്ന് വസിയത്ത് ചെയ്താലാണ് മരിച്ചുപോയ വ്യക്തിയുടെ മേലെന്ത് ചെയ്യുള്ളൂ? സുന്നത്തായ. അപ്പോൾ അവന് ഫർലായ ഒരു ഹജ്ജും ഫർലായ ഉംറയും ചെയ്തിട്ടുണ്ട്. ഇനി വാപ്പ ഫർലായ ഹജ്ജും ഫർലായ ഉംറയും ചെയ്തിട്ടുണ്ട്, വാപ്പ മരിച്ചുപോയി, എന്നാൽ വാപ്പാക്ക് വേണ്ടി ഇനി സുന്നത്താ ചെയ്യലേ?
ആ സുന്നത്തിൽ വാപ്പ വസിയത്ത് ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ, ഇല്ലെങ്കിൽ പറ്റൂല. മനസ്സിലായോ? ഫറലാണെങ്കിൽ പിന്നെ സമ്മതമാണെന്നില്ല, വസിയത്ത് ചെയ്യണമെന്നില്ല. നിർബന്ധത്തിൽ എന്തായാലും പോകണം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അവന് സാധിക്കുന്നില്ല, അവന് സ്വത്തുണ്ട്, മറ്റേ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കണം, കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞല്ലോ. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇത് സുന്നത്തിലാണ്. ആ സുന്നത്ത് ആയ ഉംറയിലും സുന്നത്തായ ഹജ്ജിലും വസിയത്ത് ചെയ്താൽ മാത്രമേ അനുവദനീയാവുള്ളൂ. അപ്പൊ പറ്റും, അപ്പൊ ചെയ്യാൻ പറ്റും, ഫർദിൽ പറ്റും. ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട് വാപ്പ, വാപ്പ മരിക്കുന്നതിന് മുമ്പ് ഒരു ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഉംറയും ചെയ്തിട്ടുണ്ട്, ഹജ്ജ് ഉംറയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി വാപ്പാക്ക് വേണ്ടി സുന്നത്തായ ഒരു ഉംറയും ഹജ്ജൊക്കെ ചെയ്യണമെങ്കിൽ വാപ്പ വസിയത്ത് ചെയ്താലേ അനുവദനീയാവൂ, ഇല്ലെങ്കിൽ പറ്റൂല. ഫർദ് വീടിയല്ലോ, സുന്നത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണം. മനസ്സിലായില്ല എന്താ പറഞ്ഞേ? ആ ആ അപ്പൊ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഓനിക്ക് ഓനിക്ക് അവനക്ക് അവന്റെ ഉത്തരവാദിത്തത്തിൽ ഉണ്ടെങ്കിൽ ഓന്റെ സ്വത്തുനിന്ന് പറഞ്ഞയക്കൽ നിർബന്ധമാണ്. ഓൻ നിർബന്ധമുള്ള ഒരു അവസ്ഥ ഓന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു, ഓൻ ചെയ്തില്ല എങ്കിൽ അവന്റെ അനന്തര സ്വത്തിൽ നിന്ന് എടുക്കൽ പോവലെന്താണ്, നിർബന്ധമാണ്. ഇനി സ്വത്തൊന്നും ഇല്ലാതെ ഇരിക്കുമ്പോ തന്നെ ഫർദിൽ അനുവദനീയാണ്. സ്വത്തൊന്നുമില്ല വാപ്പാക്ക്, സ്വത്തൊന്നുമില്ല, വാപ്പാക്ക് കഴിവൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും എന്താണ്, മക്കൾക്ക് അല്പം കഴിവുണ്ടാവും, എൻ്റെ വാപ്പാന്റെ പേര് ഒരു ഹജ്ജ് കടക്കട്ടെ, ചെയ്തോട്ടെ എന്നുള്ള, അങ്ങനെ ഉണ്ടെങ്കിൽ ചെയ്യാം, അനുവദനീയാണ്. ഫർദിൽ, സുന്നത്തിൽ പറ്റൂല. ക്ലിയർ അല്ലേ?